HP ഹിമാചൽ പ്രദേശ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 86,000 ആണ് ഡ്രിവൺ ആയിട്ടുള്ളത്. 86,000 സെക്കൻഡ് ഓണർഷിപ്പ്. മോഡൽ ഏതാ? 2013 2013 വണ്ടി. ഓക്കെ, 86,000 സർവീസ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒരുവിധം 23-24 വരെ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിനോട് നല്ല റെസ്പോൺസ് ആയിരുന്നു. സോ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് ഇൻഫോർമേറ്റീവ് ആയി. സോ കുറെ ആളുകൾ നമുക്ക് അപ്രീഷിയേഷൻ തന്നു. കാരണം നമ്മൾ വണ്ടി സോൾഡ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഒരു സന്തോഷം ഉണ്ടാവല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ അവയർനെസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത്രയേറെ നമ്മൾ നോക്കി കണ്ട് ഉപയോഗിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും. അതെ, ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ് അടുത്ത വാഹനം. ഇതും റിയൽ നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയി കഴിഞ്ഞു. കോഴിക്കോടിൽ ഫാൻസി നമ്പറിൽ നിൽക്കുന്ന വണ്ടിയാണ്. KL11 നമ്പർ ആയി കഴിഞ്ഞ വണ്ടി. ഓക്കെ, ഒരു പിന്നെ GLA എന്ന് പറഞ്ഞാല് 56 ആണ്. അതും ഫാൻസി നമ്പറാണ്. അത് ശരി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും AJ വീൽസ് എക്സ്ചേഞ്ചിലെ ജുറൈസ് മൈൻഡ് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലായിട്ടുള്ളൂ അല്ലേ വീഡിയോ ചെയ്തിട്ട്. പ്രീമിയം വണ്ടികൾ, അതർ സ്റ്റേറ്റ് പ്രീമിയം വണ്ടികൾ ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നോൺ പ്രീമിയം നമ്മൾ നോർമൽ സെഗ്മെന്റ് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ടൊയോട്ടയുടെ ഹൈറൈഡർ ഉണ്ടായിരുന്നു. അതിന്റെ മുന്നത്തേലും ഉണ്ടായിരുന്നു. ഇന്ന് പ്രീമിയം മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റോ ബാക്കിയെല്ലാം പ്രീമിയം ആണ്. അതെ, ബെൻസ് പ്രേമികൾക്കുള്ള ഒരു വീഡിയോ. തീർച്ചയായും ബെൻസിന്റെ തന്നെ മെയിൻ്റനൻസ് കുറഞ്ഞ എല്ലാ സെഗ്മെന്റും ഉണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാളയത്താണ്. പാളയത്ത് KV കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിൽ. KV കോംപ്ലക്സ് ഫസ്റ്റ് ഫ്ലോറിലാണ് AJ വീൽസ് എക്സ്ചേഞ്ച് എന്നാണ് ഷോറൂമിന്റെ പേര്. അപ്പൊ കഴിഞ്ഞ വീഡിയോന്റെ റെസ്പോൺസ് വണ്ടി മൊത്തം പോയില്ല. അതെ, വണ്ടി അൽഹംദുലില്ലാഹ് എല്ലാം സോൾഡ് ആയി. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിനോട് നല്ല റെസ്പോൺസ് ആയിരുന്നു. സോ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് ഇൻഫോർമേറ്റീവ് ആയി. സോ കുറെ ആളുകൾ നമുക്ക് അപ്രീഷിയേഷൻ തന്നു. കാരണം നമ്മൾ വണ്ടി സോൾഡ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഒരു സന്തോഷം ഉണ്ടാവല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ അവയർനെസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അല്ല, അത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഉപകാരം വേണ്ടേ. ഉപകാരം വണ്ടി എടുത്തില്ലെങ്കിലും അവരെവിടെയും പോയി എടുക്കുകയാണെങ്കിൽ ഉപകാരപ്പെടണം. അതെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഇപ്പൊ മെർസിഡീസ് ഉണ്ടായിരുന്നു നമ്മളടുത്ത്, BMW ഉണ്ടായിരുന്നു. സോ അതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ചെക്ക് ചെയ്യാൻ വേണ്ടി അവര് കുറച്ചും കൂടെ അവെയർ ആയി. ഇത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ആദ്യമേ പറയാണ്, പ്രീമിയം വണ്ടിയാണ്. അപ്പോ എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക, എല്ലാ ഭാഗങ്ങളും ഇലക്ട്രോണിക് ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. ഇപ്പൊ സൺറൂഫ് ഒക്കെ ആണ്, വെള്ളം കയറുന്ന പ്രശ്നം, അങ്ങനെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷെ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടികളാണ് നമ്മുടെ അടുത്ത് അധികം ഉള്ളത്. കാരണം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാണ്ട് ഇതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സെയിൽ ചെയ്യുന്ന അതാണ്. പക്ഷെ എന്നാലും നിങ്ങൾ കസ്റ്റമേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ 2 ഫോർച്യൂണർ എടുത്ത് നോർമലി ചെക്ക് ചെയ്യാനൊന്നുമില്ല, ഫോർച്യൂണറിനെ സംബന്ധിച്ചോളം ഒന്നുമില്ല. പക്ഷെ അവർ രണ്ടുപേരും കമ്പനി കൊണ്ടുപോയി ഏകദേശം 3,500 ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. കാരണം അവർ പൂർണ്ണ സാറ്റിസ്ഫാക്ഷനിലാണ് വണ്ടി എടുക്കുന്നത്. പേയ്മെന്റ് ചെയ്തത് വണ്ടി കാണാണ്ടാണ്, അവർ അഡ്വാൻസ് ചെയ്തത് വണ്ടി കാണാണ്ട. പക്ഷെ അത് വണ്ടി എടുക്കുന്ന ഫുൾ പേയ്മെന്റിന് മുന്നേ വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് ആയി, നമ്മളും ഹാപ്പി ആയി, അവരും ഹാപ്പി ആയി, എല്ലാവർക്കും സമാധാനമായി. ഇപ്പൊ ഇനി നമുക്കും ടെൻഷൻ ഇല്ല, അവർക്കും ടെൻഷൻ ഇല്ല. അതെ, പിന്നെ വണ്ടിയാണ് റോഡുമേൽ ഓടുന്നതാണ്, എന്തും കംപ്ലൈന്റ്സ് എപ്പോ വേണമെങ്കിലും വരാം. സോ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങളെല്ലാം കമന്റ്സിലേക്ക് ആരും കമന്റ്സിലേക്ക് വരുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ അറിയണോ അതൊക്കെ കമന്റ്സിൽ രേഖപ്പെടുത്തണം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. ഇപ്പൊ കേരളത്തിൽ നല്ല മൂവിംഗ് ഉള്ള സെഗ്മെന്റ് ആണ് C-Class C220യും E-Class 250 അല്ലേ? അപ്പൊ E-Class 250 ഒരു ബ്ലാക്ക് കളർ വാഹനമാണ്. ഇത് കേരളയാണോ? HP ആണ്. HP ഹിമാചൽ പ്രദേശ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 86,000 ആണ് ഡ്രിവൺ ആയിട്ടുള്ളത്. 86,000 സെക്കൻഡ് ഓണർഷിപ്പ്. മോഡൽ ഏതാ? 2013 വണ്ടി. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഒരുവിധം 23-24 വരെ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു സാധനം റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ഡേയ്സ് ഇപ്പൊ സർവീസ് ചെയ്യാനായോ? ഇപ്പൊ സർവീസ് കറന്റ്ലി ആയിട്ടില്ല, ഒരു 5,000 കിലോമീറ്റർ കൂടെ ഉണ്ട്. സർവീസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. എടുക്കുന്ന കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യണമെങ്കിൽ സർവീസ് ചെയ്തിട്ട് കൊടുക്കാം. 2013 86,000 കിലോമീറ്റർ ഈ 250D ആണ്. ഈ 250ക്ക് പൊതുവെ എങ്ങനെ മൈലേജ് കിട്ടും? ഈ 250 നോർമലി ഇപ്പൊ C-Classന്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു 17-18 ആ റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ലോങ്ങിൽ ഇപ്പൊ ഇത് ടൗണിലാണെങ്കിൽ തന്നെ ഒരു 13-14 എന്തായാലും കിട്ടും. നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുമ്പോ സോണറ്റ് അങ്ങനത്തെ നോർമൽ പെട്രോൾ വണ്ടികൾക്ക് കിട്ടുന്ന പോലെ മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ, ഡീസലാണ്. മൈലേജ് മാത്രമല്ല
മെയിൻ്റനൻസ് സൈഡ് എല്ലാം ചിന്തിക്കണം. പ്രീമിയം വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും മെയിൻ്റനൻസ് കണ്ടിട്ടേ എടുക്കാവും. മെയിൻ്റനൻസ് സൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, നല്ല ഹെവി മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം പണി വരുന്നല്ല, വന്നാലും പിന്നെ അതിന്റെ പ്രോപ്പർ മെയിൻ്റനൻസ് എല്ലാം ഒരു ചാർജ് വരും. കാരണം പ്രീമിയം സെഗ്മെന്റ് ആണ്, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ഇനിയിപ്പോ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ സസ്പെൻഷൻ അല്ലെങ്കിൽ ഇനിയിപ്പോ ആക്സിഡന്റ് ഹെഡ്ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ കോസ്റ്റ് വരും. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റ് ആണ്. കേരളത്തിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഇതും ഈ രണ്ട് സാധനവും ഭയങ്കര മൂവിംഗ് ആണ്. പിന്നെ അപ്പുറത്ത് കിടക്കുന്നത് ഇത് കുറച്ചും കൂടെ പിന്നെ എന്താ വെച്ചാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. അപ്പൊ ഇനി ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എടുത്ത് ഓടിക്കുക. ഇൻഷുറൻസും ഓൾറെഡി അവൈലബിൾ ആണ്. ടയർ ഓൾമോസ്റ്റ് ടയർ ഉണ്ട്. ഇതിൽ ടോപ്പ് എൻഡ് ആണ്, ഇത് ടോപ്പ് എൻഡ്. അന്നത്തെ ഇതില് ടോപ്പ് എൻഡ് ആണ്. പിന്നെ അന്ന് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിപ്പോ നമുക്ക് NOC പ്രൈസിൽ എത്ര കൊടുക്കാം? നമ്മള് നമ്മൾ എടുത്തു കൊടുക്കും. അല്ല, മാറിയിട്ടുള്ള പ്രൈസ് ആണ് പറയുന്നത്. വിത്ത് NOC നമ്മൾ ആസ്ക് ചെയ്യുന്നത് 11 ആണ്. നമ്മൾ മാക്സിമം നെഗോഷിയേഷൻ ചെയ്ത് നല്ല പ്രൈസിന് കൊടുക്കാം. 11 ലക്ഷം ചോദ്യമാണ്. അത് പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കുന്നോണ്ടാണ് നമ്മൾ ആളുകൾ എടുക്കുന്നത്. ബെസ്റ്റ് പ്രൈസിന് ഇങ്ങോട്ടേക്ക് മാറണ ഒരു 3 ലക്ഷം കണ്ടി വരുമോ? 3 ലക്ഷം വരില്ല. മാക്സ് ടു മാക്സ് ഒരു 1.5 to 2 lakhs അത്ര വരുള്ളൂ. 2 ലക്ഷത്തിനുള്ളിലേ വരുള്ളൂ മാറണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ തന്നെ മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു 13 ലക്ഷത്തിന് അടുത്തേ വരുള്ളൂ മാറിക്കഴിഞ്ഞാലും. അപ്പൊ 11 ലക്ഷമാണ് ഇപ്പൊ ചോദിക്കുന്നത്. 2013 മോഡൽ 86,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് പോയ ഒരു E250 നിങ്ങൾക്ക് സെക്കൻഡ് ഓണർഷിപ്പ് അവിടെ ഇപ്പോ. ഓക്കെ, മാറിയതിനു ശേഷം ലോണും കാര്യമൊക്കെ കിട്ടുള്ളൂ. ലോണ് പുള്ളി അറേഞ്ച് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്താലും അതിന്റെ ടൈമും കാര്യമൊക്കെ അനുവദിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു എന്താ പറയാ കോമ്പാക്ട് SUV എന്ന് വിളിക്കാൻ പറ്റില്ല, ഹാച്ച് ബാക്ക് എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം. GLA 200 ആണ്. ഇതും ഇവിടെ നല്ല മൂവിംഗ് ഉള്ളൊരു ഭയങ്കര ഡിമാൻഡുള്ള ഒരു വെഹിക്കിളാണ്. റെഡ് കളറും റെഡ് കളർ അട്രാക്റ്റീവ് കളർ. ഈ ഒരു GLA ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റെഡ്. പിന്നെ ഇതിന്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ലുക്കാണ്. C220 ഇതൊക്കെ ഇതാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. 55,000 കിലോമീറ്റർ ആണ് ഡ്രോൺ ആയിട്ടുള്ളത്. സോറി, 50,000 കിലോമീറ്റർ ആണ് ഡ്രോൺ ആയിട്ടുള്ളത്. 50,000 കിലോമീറ്റർ 2020 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ ഇത് യെസ്റ്റർഡേ, അതായത് ഇന്നലെ 75,000 കൊടുത്ത് ഓതറൈസ്ഡ് ബ്രിഡ്ജ് വേന്നും സർവീസ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ. അതെ, കംപ്ലീറ്റ് വർക്ക് നവംബർ വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി 1 ഇയർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ ചെയ്താൽ മതി, സർവീസ് ചെയ്താൽ മതി. പിന്നെ ഇൻഷുറൻസ് ഫെബ്രുവരി വരെ 2026 വരെ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ട E250 അത് ഇൻഷുറൻസ് ഉണ്ട്. 26 വരെ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. ഇതും അതേപോലെ തന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. ഇതിനൊക്കെ എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഇൻഷുറൻസ് എടുക്കണം? ഇൻഷുറൻസ് ഒക്കെ നോർമലി ഒരു 30 ആ റേഞ്ചിൽ വരും. ബമ്പർ ടു ബമ്പർ കേട്ടോ. നമ്മൾ സാധാരണ വണ്ടിക്ക് 8,000-നും 10,000-നും എടുക്കുന്ന ഇൻഷുറൻസ് 30,000. അത് കേട്ടാൽ തന്നെ മനസ്സിലായിക്കോളണം. പിന്നെ ഇത് 4 സിലിണ്ടർ ആണ്, 7 സ്പീഡ് ആണ് വരുന്നത്. പിന്നെ ഇത് 2020 പിന്നെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുണ്ട്. ബട്ട് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. LED ഡിസ്പ്ലേ ആണ് വരുന്നത്. മറ്റേ നോർമലി 19 LED ഡിസ്പ്ലേ വരുന്നില്ല, ഇത് LED ഡിസ്പ്ലേ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. പനോറാമിക് സൺറൂഫ് ആണ് വരുന്നത്. 20 വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. ഈ നമ്മളെ ഫ്രണ്ട് ഈ ഇത് വരുന്നത് ഗ്രില്ല് വരുന്നത് ഡിഫറെന്റ് ആണ്. 19 ഡിഫറെന്റ് ആണ്, 20 ഡിഫറെന്റ് ആണ്. ഒരുപാട് പിന്നെ ലൈറ്റ് വരുന്നത് LED ലൈറ്റ് ആണ് വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് 25 ടയറാണ്. കോണ്ടിനെന്റലിലെ ഏറ്റവും പുതിയ ടയറാണ്. ഒരു എനിക്ക് തോന്നുന്നു മാക്സ് ടു മാക്സ് ഒരു 100 കിലോമീറ്റേഴ്സ് അങ്ങനെ ഡ്രിവൺ ആയിട്ടുള്ളൂ. എങ്ങനെ പോയാലും ഒരു 50,000 കിലോമീറ്റർ ഒക്കെ, ഒരു 40,000 എന്തായാലും പ്രതീക്ഷിക്കാം. അതെ, എന്തായാലും ഓടിക്കാം. കാരണം കോണ്ടിനെന്റൽ ആണ് ബ്രാൻഡ്, അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ അതിലും ടയേഴ്സ് വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് നല്ല ടയേഴ്സ്, നല്ല ടയേഴ്സ് തന്നെയാണ്. അപ്പൊ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. അതെ, ഒരു വർക്കുമില്ല, നേരെ അങ്ങനെ എടുത്ത് ഓടിക്കാന്നുള്ളതുള്ളൂ. അതെ, പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നവംബർ വരെ വാറണ്ടി ഉണ്ട് കമ്പനിയിൽ, നവംബർ വരെ ഉള്ളൂ. അത് റീവണ്ടിയാ? അല്ല, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. അതെ, ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 3125 ആണ്. നമുക്ക് നല്ല പ്രൈസിന് തന്നെ കൊടുക്കാം. 31,25,000 രൂപയാണ് ഇപ്പൊ ഈ ഒറിജിനൽ കേരള വണ്ടി. GLA 200 ചോദിക്കുന്നത് 2020 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാൽ വിളിക്കാം. ഇതിൽ ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 20 lakhs-ന്റെ ഒക്കെ ലോൺ ചാൻസ് ഉണ്ട് അല്ലേ? 25 വില കിട്ടും. അത്രയും മോഡൽ കൂടിയ വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. വേറെ ഒരു പണി ഇപ്പൊ ചെയ്യാനില്ല. 31,25,000 ചോദ്യമാണ്. കുറച്ച്. ഓക്കെ.
വീണ്ടും നമ്മൾ സെഡാൻ കാറ്റഗറിയിലേക്ക് വന്നു. ഈ 220D ആണ് മെർസിഡസ് ബെൻസ്. ഇതറിയാം, ഇത് യു പി രജിസ്ട്രേഷൻ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർ ആണ്. 56,000 കിലോമീറ്റർ ആണ് ഡ്രോൺ ആയിട്ടുള്ളത്. ഓക്കെ, 2026 വരെ ഇൻഷുറൻസ് ഉണ്ട്. 4 ടയർ ഏകദേശം 80% അബൌ ടയേഴ്സ് ഉണ്ട്. അല്ല, ഏതാ മോഡൽ? ഇത് മോഡൽ പറയില്ലേ, 17 മോഡലാണ്. 2017 E220D ഏറ്റവും ടോപ്പ് എൻഡ്, അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിപ്പോ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് അൾട്രാ ലക്ഷറിന്റെ ഒരു അവസാന വാക്ക് എന്ന് പറയാൻ പറ്റിയ മോഡലാണ്. അത് നിങ്ങൾ ഇന്റീരിയർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കിലോമീറ്റർ? 56,000 കിലോമീറ്റർ. 2017 മോഡൽ E220D എക്സ്ക്ലൂസീവ് സെക്കൻഡ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. അതായത് ഹെഡ്ലൈറ്റും ബമ്പറും ക്ലെയിം ഉണ്ട്. ഹിസ്റ്ററി പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം. ഇനിയിപ്പോ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാം കമ്പനിന്ന് മാറിയത്, വേറെ ഒരു ഇതൊന്നുമില്ല. ഹിസ്റ്ററി നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഉണ്ട്, നമ്മളെടുത്ത് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കും. PDF അയച്ചു കൊടുക്കും. ഓരോന്ന് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽ ഡേറ്റ് വൈസ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല്, ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇപ്പൊ നമ്മള് സർവീസ് ചെയ്യുന്ന സമയത്ത് വണ്ടിന്റെ അടിഭാഗം നമ്മൾ വീഡിയോ എടുക്കും പൊന്തിച്ചിട്ട്. അപ്പൊ ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോ ലൈക്ക് അടി തട്ടിയതാണോ കുടിച്ചതാണോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ് വീഡിയോസ് അയച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ അണ്ടർ കോട്ടിങ് ചെയ്യേണ്ടത് അണ്ടർ കോട്ടിങ് 3mm അണ്ടർ കോട്ടിങ് ചെയ്ത് കൊടുക്കും. ഞാൻ എന്തായാലും പുറമേയും നമ്മൾ വീഡിയോസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പൊ കൊടുത്ത എല്ലാ വണ്ടിയും നമ്മളെടുത്തുണ്ട്. നമ്മൾ അത് സെൻഡ് ചെയ്ത് കൊടുത്ത് കസ്റ്റമറിന് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുന്നത്. ഇനിയിപ്പോ ചില കസ്റ്റമേഴ്സ് പറയുകയാണ് നമുക്ക് അണ്ടർ കോട്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ അടുത്ത് ഇത്ര വലിയ വണ്ടി എടുക്കുന്നതാണ്, അവര് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 25 lakhs ആണ്. 25 ലക്ഷം ഈ 220D ആണ്. അതായത് ബാക്കിയുള്ള മോഡൽസ് ഒന്നും കമ്പയർ ചെയ്യാം. ഇതാണ് ഒരു പ്രീമിയം ശരിയായ ലക്ഷറി സാധനത്തിനാണ്. ഓക്കെ, അപ്പോ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര വേണ്ടി വരും? ഒരു 5 lakhs 50,000 അതിന്റെ ഉള്ളിലായിട്ട് വരും. പക്ഷെ എന്നാലും എന്താന്ന് വെച്ചാല് 2017 കേരള വെഹിക്കിളിനെ കാട്ടിയും ഒരു മിനിമം കേരള വെഹിക്കിളിന് എത്ര ഉണ്ടാവും? അത് ഞാൻ പറഞ്ഞത് മിനിമം ഒരു 40 lakhs റേഞ്ചിൽ വരും. അപ്പൊ എങ്ങനെ വന്നാലും ഒരു 10 lakhs ഡിഫറൻസ് ഗ്യാരണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ, കേരള വണ്ടിക്ക് അത്രയും വില വരുന്നുണ്ട്. 10 ലക്ഷത്തിന് മാറ്റം ഏകദേശം. ഇതുവരെ ഇപ്പൊ പറഞ്ഞ വിലയും ഇങ്ങോട്ടേക്ക് മാറുന്ന വിലയും കണക്കാക്കിയാൽ 30 ലക്ഷം ആവുള്ളൂ. കേരള വണ്ടിയിലേക്ക് പോകുന്ന 40 അടുത്ത് വരുന്നുണ്ട്. നമുക്ക് അതേ പറഞ്ഞത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. ഇങ്ങോട്ടേക്ക് മാറിയാലേ ലോണും കാര്യമൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഇതും ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടാണോ? ഇതിപ്പോ സർവീസ് കഴിഞ്ഞതാണ്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു 7,000 കിലോമീറ്റർ ബാക്കിയുള്ളത്. ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും, വിഷയമില്ല. കാരണം നമ്മൾ നെഗോസിയേഷന്റെ ടൈമിൽ നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അങ്ങനെ കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരല്ല. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ വണ്ടി എന്താണെന്ന് വെച്ചാൽ അവിടെ എടുക്കും. കാരണം നമ്മൾ വേഗം സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് ആഗ്രഹിക്കുന്ന ചെറിയൊരു ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫണ്ട് ഉണ്ട്, പൈസ ഉണ്ട്, ഈ പ്രീമിയം വണ്ടി എടുക്കാനുള്ള എല്ലാ ഇതുകൊണ്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ സാധാരണ വണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാഘവത്തിൽ ഇതിനെ ഉപയോഗിച്ച് കളയരുത്. പറ്റില്ല. അതെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് പറയുന്നത് 100% കറക്റ്റ് ആണ്. നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ വണ്ടികൾ എടുത്താൽ മതി. അത് മാത്രമല്ല, എടുത്താലും നമ്മളൊന്ന് കണ്ട് നോക്കി സാധാരണ വണ്ടി യൂസ് ചെയ്യുന്ന റഫായിട്ട് ഉപയോഗിച്ച പണി വന്നുകൊണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇത്രയേറെ നമ്മൾ നോക്കി കണ്ട് ഉപയോഗിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ ഇതാ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെ, ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ് അടുത്ത വാഹനം. ഇതും റിയൽ നമ്പറായ വണ്ടിയാണ്. നമ്പറായി കഴിഞ്ഞു. കോഴിക്കോടില് ഫാൻസി നമ്പറിൽ നിൽക്കുന്ന വണ്ടിയാണ്. KL 11 നമ്പറായി കഴിഞ്ഞ വണ്ടി. ഓക്കെ, പിന്നെ GLA എന്ന് പറഞ്ഞാല് 56 ആണ്, അതും ഫാൻസി നമ്പറാണ്. അത് ശരി. ഓക്കെ, അപ്പൊ ഇതൊരു വൈൻ റെഡ് ആണ്. അട്രാക്റ്റീവ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. വണ്ടി ഇന്നലെ എത്തിയല്ലോ അല്ലേ? അതെ, ഇന്നലെ എത്തിയത്. അപ്പൊ കുറച്ചൊന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങളെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2016 ആണ്. 92,000 ആണ് ഡ്രോൺ ആയിട്ടുള്ളത്. 2016. അതെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഇല്ല. ഫെൻഡർ റീപ്ലേസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഫെൻഡർ റീപ്ലേസ് ഉണ്ട്. ചെറിയ ഹുഡിന് ചെറിയ പെയിന്റിംഗ് ടച്ച്, റീപ്ലേസ് ഇല്ല, വർക്ക് എടുത്തിട്ടുണ്ട്. മേജറായിട്ട്
എഞ്ചിൻ സൈഡിലേക്ക് ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല, ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി തന്നെയാണ് എടുത്തത്. 2017 സമയത്താണ് എടുത്തത്. അതെ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറില്ല. കാരണം മേജർ ആക്സിഡന്റ് ആകുമ്പോൾ ഈ സൈഡ് ആകുമ്പോൾ ഗ്ലാസ് പെട്ടെന്ന് എന്താവും, ബ്രേക്ക് ആവും. ഇത് ഈ ക്വാർട്ടർ പാനൽ ഗ്ലാസ് വരെ മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 2016 കേരള നമ്പർ ആയി കഴിഞ്ഞു. KL 11 ഇപ്പൊ ഫാൻസി നമ്പറിൽ നിൽക്കുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഇവിടെ നമ്പർ ആയതിനു ശേഷം സെക്കൻഡ് ഓണർഷിപ്പ്. 96,000 കിലോമീറ്റർ ഓടിയ 92,000. ഏതാ ഇത്? 2. ഇത് 2.8 Z ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ആളുകൾക്ക് ഒരുപാട് ഇപ്പൊ നമുക്ക് എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. Z ഇല്ലേ, നിങ്ങൾ ഫോർച്യൂണർ ചോദിക്കും. ഫോർച്യൂണറിന്റെ ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളത് Z ഇല്ലേ, ക്രിസ്റ്റൽ. അപ്പൊ അവർക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പിന്നെ 24 ടയർ ആണ് 4. ഏകദേശം 90+ ടയേഴ്സ് ഉണ്ട്. അബൌ ടയർ ഉണ്ട്. വേറെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് എന്ത് വരും വെച്ചാൽ മെയിൻ്റെനൻസ് വരും. ഇത് നമ്മൾ ഇനിയിപ്പം 1 ഇയർ യൂസ് ചെയ്താലും മാക്സ് ടു മാക്സ് ഓയിലും ഫിൽറ്റർ മാറാൻ 3,000 എന്ത് വരുള്ളൂ നമുക്ക് മെയിൻ്റെനൻസ് വരുന്നുള്ളൂ. അതാ ഞാൻ ആദ്യം പറഞ്ഞു, എവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1725 ആണ്. നമുക്ക് നല്ല പ്രൈസിൽ എന്താക്കാം കൊടുക്കാം. നെഗോസിയേഷൻ എന്തായാലും ഉണ്ട്. അതെ. പക്ഷേ ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാല് വലിയ രീതിയിലുള്ള നെഗോസിയേഷൻ അല്ല. കാരണം അതിനെ ഈ ബാക്കിയുള്ള വണ്ടിനെ സംബന്ധിച്ചോളം അത്ര ഉള്ള ഒരു നെഗോസിയേഷൻ ഇതിലില്ല. ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം. അതെ. അപ്പൊ കേരള നമ്പർ ആയി കഴിഞ്ഞ 2016 മോഡൽ Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ 17,25,000 രൂപയ്ക്ക്. ഇതിന്റെ മുകളിൽ നിങ്ങൾ അഡീഷണൽ ഒരു പൈസ നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ 17-25 കൊണ്ടുപോകാം. ലോണും എനിക്ക് തോന്നുന്നു ഒരു 14 മേലെയൊക്കെ ലോൺ കിട്ടാൻ ചെയ്യുന്നില്ല. ഏജൻസിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന വാല്യൂഷൻ ചെയ്യാൻ എല്ലാത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കും. അതുവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ജുറേഷ് ഭായ്, ഇനി കേരള വണ്ടികൾ, ചെറിയ വണ്ടികളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ. ഇപ്പൊ നമ്മുടെ അടുത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോക്ക് വരാനുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. മിനി സെഗ്മെന്റിൽ പെട്ടൊരു വണ്ടിയായിരുന്നു. പറഞ്ഞിരുന്നു. പക്ഷെ അത് ചെറിയൊരു വാറന്റിയുള്ള വണ്ടിയായിരുന്നു. ചെറിയ മെക്കാനിക്കൽ ഇഷ്യൂ. ഹുണ്ടായിയുടെ ഗ്രാൻഡ് ഐ10 നിയോസ് വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അപ്പൊ അതിന് ചെറിയൊരു വാറന്റി ഇഷ്യൂ ഉണ്ടായപ്പോൾ അത് കമ്പനിയിൽ കൊടുത്തതാണ്. അത് നമ്മൾ എന്താക്കി കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ 550 ആണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയൊരു മാറ്റത്തിൽ നമുക്ക് കൊടുക്കാം. വെറും 19,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക്. അതെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നിങ്ങളെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ വണ്ടി എടുത്ത് കൊടുക്കുന്നതാണ്. നമ്മളിപ്പോ നിങ്ങളെ വീഡിയോ കണ്ട് വിളിച്ചൊരു കസ്റ്റമർ ബ്രസ കൊടുത്തിട്ടുണ്ട്. അതെ, നമ്മൾ പിന്നെ അത് പറയേണ്ട ആവശ്യം. എന്നാലും നമ്മള് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി നോർമൽ വണ്ടികളൊക്കെ എടുത്തു കൊടുക്കും. ഇനിയിപ്പോ ലക്ഷറി ആണെങ്കിലും നമ്മള് ലക്ഷറിയുടെ അങ്ങേയറ്റം റോൾസ് റോയ്സ് ആണല്ലോ, അതുവരെ നമ്മളെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ അൽഹംദുലില്ലാഹ് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ എടുത്ത വണ്ടിയല്ല, നമ്മളെ ലിസ്റ്റ് നമ്മളെടുത്തിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ കേരള വണ്ടിയുണ്ട്, അതർ സ്റ്റേറ്റ് വണ്ടികളും ഉണ്ട്. എല്ലാ വണ്ടിയും. അതെ, ഫ്യൂച്ചറിലേക്ക് അപ്പോ അത്രയുള്ള കാര്യങ്ങള് നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ AJ Wheelsലേക്കുള്ള കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ശരി, താങ്ക് യു. ബൈ.